ഹലോ എവ്രി വൺ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ്. നെറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ഫ്രോക്കാണിത്. അപ്പോൾ 7 വയസ്സായ കുട്ടിയുടെ അളവിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 കളറിലുള്ള നെറ്റും എടുത്തിട്ടുണ്ട്. ഈ 3 തുണി ഞാൻ ഓരോ മീറ്റർ വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ലൈനിങ്ങും വേണം. അത് ഞാനിവിടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളറിലെടുക്കാം, നിങ്ങളുടെ തുണിയുടെ കളർ അനുസരിച്ചിട്ട്. പിന്നെ ഒരു സിപ്പ് വേണം, സിപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കാരണം. അപ്പോൾ നമുക്കത് ആദ്യം കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട്. ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയാം. ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 13.5 പിന്നെ നീളം ഞാൻ 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആം ഹോൾ വരുന്നത് 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഷോളിൽ ഞാൻ 9.5 എടുത്തിരിക്കുന്നത്. പിന്നെ നെക്ക് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നെക്ക് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഞാൻ 2.5 അതുപോലെ ബാക്കിൽ ഞാൻ കുറച്ച് ഇറക്കി വീനക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം ബാക്കിലുണ്ട്. സെയിം മെഷർമെൻറ്റിൽ ലൈനിങ്ങും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് സ്ലീവാണ്. സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് 2.5 പിന്നെ 6 ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ സ്ലീവാണ്, താഴെ ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് കാണിക്കാം. ഇത് ഒരു 5 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ്. അത് നടുമടക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നീളം ഞാൻ 6 മാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം അതെനിക്ക് താഴെ ഓപ്പൺ ആയിട്ടാണ് വേണ്ടത്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രോക്കിൻ്റെ താഴെയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഫ്രില്ല് അല്ലെങ്കിൽ റഫിൾസ് വരുന്ന ഭാഗമാണിത്. ഇതിൻ്റെ മെഷർമെൻറ്റ്, താഴേക്കുള്ള മെഷർമെൻറ്റ് ഞാൻ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 14 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം താഴെ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ താഴെ നെറ്റിൻ്റെ ഫ്രില്ല് വരും താഴെ. പിന്നെ ഇതിൻ്റെ ഈ നീളം വേസ്റ്റിൻ്റെ 4 ഇരട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 22 ഇഞ്ചാണ്. അപ്പോൾ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു 88 ഇഞ്ച് വരും. കാരണം റഫിൾസ് കൂടുതൽ വെക്കണ കാരണം കൊണ്ട് കൂടുതൽ തുണി വേണം. പിന്നെ 1 മീറ്ററിൽ നമുക്ക് 88 ഇഞ്ചൊന്നും ഒരൊറ്റ പീസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ റഫിൾസ് അല്ലെങ്കിൽ ഫ്രിൽസ് ചെയ്യണത്. പിന്നെയുള്ളത് ഇനി ലൈനിങ് ആണ്. ലൈനിങ് സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്ക് റഫിൾസ് ഉള്ളിൽ ആവശ്യമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 50 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെയുള്ള ഇറക്കും 14 എടുത്തിട്ടില്ല, 12 എടുത്തിട്ടുള്ളത്. കാരണം താഴെ നെറ്റ് വരുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഇതാണ് താഴെയുള്ള റഫിൾസിൻ്റെ മെഷർമെൻറ്റ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഇതിൻ്റെ ഷോൾഡേഴ്സ് കൂട്ടി യോജിപ്പിക്കുക, ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ മെയിൻ തുണിൻ്റെയും. ഇനി നമുക്ക് ഈ ബാക്ക് സൈഡ് സിബ് വയ്ക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ ലൈനിങ് നല്ല തുണിയുടെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് നെക്കും അതുപോലെ തന്നെ ആം ഹോളും കൂടി കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉള്ളിൽ നിന്ന് ഇവിടെ മറിച്ചെടുക്കാം. ഇനി നമുക്ക് സൈഡ് രണ്ടും കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കാൻ ഇതുപോലെ ഒരു പീസ് ആവശ്യമുണ്ട്. 5 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. പിന്നെ നീളം ഇത് വേസ്റ്റിൻ്റെ അതേ നീളത്തിലെടുക്കുക. അതിവിടെ ഫ്രണ്ടിൽ വെക്കാനാണ്. അപ്പോൾ ആദ്യം ഇത് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ 2 സൈഡും കൂട്ടി യോജിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട്
ഉള്ള 2 പീസും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീതിയും 5 ഇഞ്ചാണ്. പിന്നെ നീളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കെട്ടാനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ നീളം. ഇതിനും വീതി ഞാൻ 5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഈ പീസ് 2 സൈഡിലും വയ്ക്കുക. പിന്നെ ഫ്രണ്ടിൽ ഈ പീസും കൂടെ വെറുതെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് നമ്മൾ സൈഡ് രണ്ടും കൂട്ടി യോജിപ്പിക്കുന്നത്. വെറുതെ ഒന്ന് ഒരു പിൻ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് സൈഡ് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്ലീവാണ് വെക്കേണ്ടത്. സ്ലീവ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ. നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. സ്ലീവ് ഇതിവിടെ വെറുതെ വെക്കാൻ വേണ്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് താഴെ ഓപ്പൺ ആണ്. ഇങ്ങനെയാണ് ഇരിക്കുക. സ്ലീവ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് താഴെയുള്ള ഫ്രിൽ പാർട്ടാണ്, ഫ്രോക്കിൻ്റെ താഴെയുള്ള ഭാഗമാണ് ചെയ്യാനുള്ളത്. ഇനി ഇതിപ്പോൾ ഞാൻ 2 പീസ് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ റഫിൾസ് ചെയ്യാൻ എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് പോലെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വെറുതെ. പിന്നെ ഒരു നൂല് പിടിച്ച് വലിച്ചിട്ട് റഫിൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ തുണി ഫുള്ളായിട്ട് റഫിൾസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലൈനിങ്ങും റഫിൾസ് ചെയ്തെടുക്കുക. നമുക്കിനി ആദ്യം അത് ചെയ്യാം. റഫിൾസ് ഞാനിതോടെ ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ മെയിൻ തുണിയുടെയും എരണത്തിൻ്റെ അതേ പാകത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യണം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അത് 2 തരത്തിൽ പിടിപ്പിക്കാം. ഒന്നുകിൽ നമുക്ക് ഈ സ്റ്റിച്ച് രണ്ടും കൂടിയിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വെറുതെ പിടിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് ലൈനിങ്ങിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഇതുപോലെ. അതിനുശേഷം മെയിൻ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മെയിൻ തുണി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് സിപ്പർ പിടിപ്പിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സിപ്പറിൻ്റെ നീളം അനുസരിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇവിടെ വിടണം. ഇത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇതുവരെ കൂട്ടി യോജിപ്പിക്കാൻ എനിക്ക് പാടുള്ളൂ, കാരണം ഇത് സിപ്പറിൻ്റെ നീളം എത്രയുള്ള കാരണം കൊണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയും കൂട്ടി യോജിപ്പിക്കാം, അതുപോലെ തന്നെ ഇവിടെയും കൂട്ടി യോജിപ്പിക്കാം, പിന്നെ സിപ്പറും കൂടെ വയ്ക്കാം. ഞാൻ സിപ്പർ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴെ നെറ്റിൻ്റെ ഫ്രില്ല് വെക്കുക എന്നുള്ളതാണ്. ഈ നിറത്തിലുള്ള ഫ്രില്ലാണ് താഴെ ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത്. അത് ലൈനിങ്ങിലാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് വീതിയുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നീളം എത്രയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ റഫിൾസ് ചെയ്യണ കാരണം, അതായത് ഫ്രില്ല് ചെയ്യണ കാരണം കൊണ്ട് എത്ര നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരൊറ്റ പീസാക്കിയിട്ട് അത് റഫിൾസ് ആക്കി മാറ്റുക. എന്നിട്ടാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര തുണിയുണ്ടോ അതനുസരിച്ചിട്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുക 5 ഇഞ്ച് വീതിയിൽ. അഞ്ചിഞ്ച് വീതിയിലുള്ള പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒറ്റ പീസാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ റഫിൾസ് നേരത്തെ ചെയ്ത പോലെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ആ നൂല് പിടിച്ച് വലിച്ച് റഫിൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കത് ചെയ്യാം. റഫിൾസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഈ റഫിൾസ് ഫ്രില്ല് അല്ലെങ്കിൽ റഫിൾസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ അതേ മെഷർമെൻറ്റിലാണ് നമുക്ക് ഇത് പാകാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഇതിന് ഉള്ളിലാണ് വെക്കേണ്ടത്. എന്നിട്ട് അത് ഇങ്ങനെയാണ് വരിക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നേരിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ തുണി, ഇത് രണ്ടും കൂടിയാണ് ഞാൻ ലൈനിങ്ങിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യണത്. ഞാൻ അടുത്തത് ഈ കളറാണ്, ഈ പേർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പാറ്റേണിൽ ഞാൻ ഈ റഫിൾസ് ചെയ്തതിന് ശേഷം
ഈ പീസിലാണ് അടുത്ത കളറ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് ഇതിൻ്റെ കൂടെ ഫിക്സ് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ബീഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് നെക്കിൽ, പിന്നെ അതുപോലെ തന്നെ ബാക്കിലും വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല എളുപ്പമാണ് ചെയ്യാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാതായിരിക്കും. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.